പോണ്ടിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലോട്ടോ ട്രക്ക് ഡ്രൈവറായിട്ട് വരാനിരിക്കുന്നവരോടും അല്ലെങ്കിൽ ഡ്രൈവർമാരായിട്ട് വരാനിരിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. പോണ്ടിലെ കേസ് ഞാൻ പറയാം. മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ഇട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. പോണ്ടിൽ കുറച്ച് നാൾ ഒരു 6-7 മാസം മുന്നേ വരെ നമ്മുടെ നാട്ടിലെ ലൈസൻസ്, ഇന്ത്യൻ ലൈസൻസ് ഇൻ്റർനാഷണൽ ആക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഏജൻറ്റിനെ കാണുമോ അല്ലെങ്കിൽ വക്കീലിനെ കാണുകയോ ചെയ്ത് നാട്ടിലൊരു 50,000 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് പോളിഷ് ലൈസൻസ് ആക്കി കൺവേർട്ട് ചെയ്ത് കിട്ടുമായിരുന്നു. അത് നമ്മൾ ലൈസൻസ് കൊണ്ടുവന്നിട്ട് ഇൻ്റർനാഷണൽ ഒറിജിനൽ ആണെന്ന് എംബസിയിൽ പോയി ഒരു പേപ്പർ മേടിക്കുക, അല്ലെങ്കിൽ അറ്റസ്റ്റ് ചെയ്ത് മേടിച്ച് കഴിഞ്ഞ് അതും കൊണ്ട് കൊടുത്ത് കുറച്ച് പേപ്പറുകൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കൺവേർട്ട് ചെയ്ത് കിട്ടുമായിരുന്നു. പക്ഷേ നിലവിൽ നിയമങ്ങളെല്ലാം മാറ്റിയത് കൊണ്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് അങ്ങ് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷ എഴുതി തന്നെ കിട്ടണം. പരീക്ഷ എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇംഗ്ലീഷിലാണ് പരീക്ഷ വരുന്നത്. അത് 100 ക്വസ്റ്റ്യൻ, നാട്ടിലെ പോലെ 10-15 ക്വസ്റ്റ്യൻ അല്ല, 100 ക്വസ്റ്റ്യനിൽ 70 ക്വസ്റ്റ്യൻ അടുത്ത് എങ്കിലും ശരിയായെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ കൊണ്ടുവരുന്ന ഏജൻസികളോട് ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു തരുമോ എന്നും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം. കാരണം എൻ്റെ കൂട്ടുകാർ, എൻ്റെ നാട്ടിലുള്ളവർ പോലും ഒത്തിരി പേര് വരാനായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുക. പിന്നെ ഇതുപോലെ ഇത് ചെയ്ത് കൊടുക്കുന്നവർ, ഇപ്പോഴും കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നവർ പോളണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടല്ലേ, കൺവേർട്ട് ചെയ്ത് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കുറേ കൂട്ടുകാർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ.